ശ്രീകൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ മാസം 1-ാം തീയതി, അന്ന് ചൈത്രമാസത്തിലെ പൗർണമിയാണ്. ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചൈത്ര പൂർണിമയ്ക്ക് വളരെയധികം പ്രാധാന്യമാണ് ഉള്ളത്. പൗർണമി തിഥി ആരംഭിക്കുന്നത് ഏപ്രിൽ 1 രാവിലെ 7:26 മുതൽ 2-ാം തീയതി രാവിലെ 7:41 വരെയാണ്. ചൈത്രമാസത്തിലെ പൗർണമിക്ക് എന്താണ് പ്രത്യേകത? എന്തിനാണ് പൗർണമി ദിവസങ്ങളിൽ നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചൈത്ര പൂർണിമയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ധാരാളം ഉത്സവങ്ങൾ, സന്തോഷങ്ങളുള്ള ഒരു ദിവസമാണ്. എന്തൊക്കെയാണ് ആ സന്തോഷങ്ങൾ എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ നാളെ വളരെ വിശദമായി തന്നെ ഒരു വീഡിയോ ഇടാം. എല്ലാവരും ആ വീഡിയോ കേൾക്കണം. പൗർണമി എന്ന ഉത്സവത്തെ പറ്റി മാത്രമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം എല്ലാം കൂടെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആകും വീഡിയോ, അതുകൊണ്ടാണ്. എന്തായാലും ഒന്ന് ഓർക്കുക, ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ചൈത്രമാസത്തിലെ പൗർണമി. ഈ ചൈത്രമാസത്തിലെ പൗർണമിയെപ്പറ്റി ഭഗവാൻ ശ്രീകൃഷ്ണൻ യശോദാറാണിയോട് പറഞ്ഞിട്ടുണ്ട്. യശോദാറാണി മകനോട് ചോദിക്കുന്നുണ്ട്, മകനെ, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും അവൻ്റെ സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും അവസാനം മോക്ഷത്തിലേക്ക് എത്തുന്നതിനു വേണ്ടി എന്ത് വ്രതമാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ യശോദാറാണിക്ക് പൗർണമി വ്രതത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, പണ്ട് ഒരിക്കൽ നാരദ മഹർഷി വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ മഹാവിഷ്ണുവിനോട് ഇക്കാര്യം ചോദിക്കുന്നു. അല്ലയോ മഹാവിഷ്ണു, ഭഗവാനെ, മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും അവസാനം മോക്ഷത്തിലേക്ക് എത്തുന്നതിനും ദാരിദ്ര്യ ദുഃഖം പോലെയുള്ള ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് എന്ത് വ്രതമാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് നാരദ മഹർഷി സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയോട് ചോദിക്കുന്നു. ആ സമയത്ത് ഭഗവാൻ മഹാവിഷ്ണു നാരദർക്ക് പറഞ്ഞു കൊടുത്ത വ്രതമാണ് പൗർണമി. വിഷ്ണു നാരദരോട് പറയുന്നുണ്ട്, അല്ലയോ നാരദരെ, 32 പൗർണമി വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും വിധിപ്രകാരം ദാനം ചെയ്യുകയും കഥകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അവൻ്റെ സകലമാന ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടുകയും അവസാനം അവൻ എന്നിൽ എത്തിച്ചേരും, അവന് മോക്ഷമുണ്ടാകും, വൈകുണ്ഠത്തിൽ എത്തിച്ചേരും എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം പിന്നീട് പറയുന്നു, അന്നേ ദിവസം ചന്ദ്രഭഗവാന് പൂജകൾ ചെയ്യണമെന്നും സത്യനാരായണമൂർത്തിയെ പൂജിക്കണമെന്നും അതുകൂടാതെ ദാനം ചെയ്യണമെന്നും പറയുന്നു. ഭഗവാൻ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷം പൗർണമി വ്രതത്തിൻ്റെ കഥ കൂടി പറഞ്ഞു കൊടുക്കുന്നു. അതായത് പണ്ട് വിദിഷ എന്ന ഒരു നഗരത്തിൽ ധർമ്മദത്തൻ എന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ദരിദ്രനായിരുന്നുവെങ്കിലും വലിയ ഭക്തനായിരുന്നു. അങ്ങനെ വളരെ ദാരിദ്ര്യം ഉള്ള അവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരുന്നത്. എല്ലാ ദിവസവും ഭഗവാനോട് തൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. തൻ്റെ ഭക്തനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ഭഗവാന് വളരെയധികം സങ്കടം തോന്നി. അദ്ദേഹം ഒരിക്കൽ ഈ ബ്രാഹ്മണൻ്റെ സ്വപ്നത്തിൽ വരികയും 32 പൗർണമി വ്രതങ്ങൾ അനുഷ്ഠിക്കാൻ പറയുകയും ചെയ്യുന്നു. 32 പൗർണമി വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും ദാനങ്ങൾ ചെയ്യുകയും ചന്ദ്രനെ പൂജിക്കുകയും സത്യനാരായണ മൂർത്തിയെ പൂജിക്കുകയും ചെയ്യണമെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ ഉപദേശപ്രകാരം ഈ ബ്രാഹ്മണൻ 32 പൗർണമി വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും ചന്ദ്രന് പൂജകൾ ചെയ്യുകയും ദാനം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ 32ാമത്തെ പൗർണമി വ്രതം എത്തിച്ചേർന്നു. അന്ന് പ്രത്യേക പൂജകളൊക്കെ നടത്തി ഈ ബ്രാഹ്മണൻ തൻ്റെ ആ വ്രതം അവസാനിപ്പിക്കുന്നു. അതിനുശേഷം ഓരോരോ സാഹചര്യങ്ങൾ, അനുകൂല സാഹചര്യങ്ങൾ ഈ ബ്രാഹ്മണൻ്റെ മുമ്പിലേക്ക് വരികയാണ്. അങ്ങനെ അതിലൂടെ അദ്ദേഹം
ഒരു സമ്പന്നനായി മാറിയെന്നും പിന്നീട് അദ്ദേഹം മോക്ഷത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുമാണ് ഭഗവാൻ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടുകളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുകയും അവസാനം അവൻ മോക്ഷത്തിലെത്തിച്ചേരുകയും ചെയ്യുന്നതിന് ഈ കലിയുഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വ്രതം അത് പൗർണമി വ്രതം ആണ് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ യശോദാറാണിക്കും അതുപോലെ തന്നെ മഹാവിഷ്ണു നാരദമുനിക്കും പറഞ്ഞു കൊടുക്കുന്നു. എങ്ങനെയാണ് പൗർണമി വ്രതം അനുഷ്ഠിക്കേണ്ടത്? ഒന്നുകിൽ നിങ്ങൾക്ക് ഉപവസിക്കാം, അതല്ലെങ്കിൽ പാലും പഴങ്ങളും കഴിച്ചിരിക്കാം, അല്ലെങ്കിൽ പൂർണ്ണമായ ശുദ്ധാഹാരം ശീലിച്ചിരിക്കാം, ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിച്ചിരിക്കാം, ഒരിക്കലുണ്ട് ഇരിക്കാം. പക്ഷേ ഉള്ളി വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. അങ്ങനെ വ്രതം അനുഷ്ഠിക്കുക. രാവിലെ മുതൽ സന്ധ്യ വരെ, അതായത് ചന്ദ്രോദയം വരെ. ചന്ദ്രോദയം ഏപ്രിൽ 1-ാം തീയതി വൈകുന്നേരം സന്ധ്യയ്ക്ക് 6:04 അതായത് നിങ്ങൾ ചന്ദ്രഭഗവാനെ കാണണം. ചന്ദ്രൻ ഉദിക്കുന്നത് 6:04 ആ സമയത്ത് നമ്മൾ ചന്ദ്രഭഗവാനെ കാണുകയും ചന്ദ്രഭഗവാന് പൂജകൾ ചെയ്യുകയും ചെയ്യണം. എങ്ങനെയാണ് ചന്ദ്രഭഗവാനെ പൂജിക്കേണ്ടത്? അതായത് ഒരു വലിയ തട്ടം എടുക്കുക. ആ തട്ടത്തിലേക്ക് ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു കിണ്ടിയിൽ അല്പം ജലം വെക്കുക. പിന്നീട് കുറച്ച് പുഷ്പങ്ങൾ വെക്കുക. പിന്നീട് ദീപം, ഒരു മൺചിരാതിൽ ദീപം തെളിയിച്ച് വെക്കുക. പിന്നീട് ധൂപം, അതായത് ചന്ദനത്തിരി, അത് കത്തിച്ച് വെക്കുക. അതിനുശേഷം ആ തട്ടത്തിനകത്തേക്ക് എന്തെങ്കിലും പഴങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ലഡുവായിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു സ്വീറ്റ് അല്ലെങ്കിൽ പഴങ്ങൾ, ഒരു പ്രസാദം, അതും കൂടി ആ പാത്രത്തിനകത്തേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് ആ വലിയ പാത്രവുമായി നമ്മൾ ചന്ദ്രഭഗവാനെ കാണുന്ന ആ പ്രദേശത്തേക്ക് പോകണം. അതായത് പുറത്തേക്ക് ഇറങ്ങി നിൽക്കണം. ടെറസിൻ്റെ മുകളിലായാലും മതി. കുളിച്ച് ശുദ്ധമായിട്ട് വേണം ഈ പാത്രവുമായി, ഈ പൂജാപാത്രവുമായി നമ്മൾ ചന്ദ്രഭഗവാനെ കാണാനായിട്ട് പോകേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ പാത്രം താഴെ വെക്കുക. ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ കിണ്ടിയിലെ ജലമെടുത്ത്, കിണ്ടി അല്ലെങ്കിൽ ഒരു മൊന്ത, ശുദ്ധമായ മൊന്ത അല്ലെങ്കിൽ ഗ്ലാസ്, അതിലെ ജലമെടുത്തിട്ട് ചന്ദ്രഭഗവാന് അഭിഷേകം ചെയ്യുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് ചന്ദ്രഭഗവാനെ നോക്കിക്കൊണ്ട് അന്തരീക്ഷത്തിലൂടെ താഴേക്ക് ഒഴിക്കുക. ആ സമയത്ത് നിങ്ങൾ ചന്ദ്രഭഗവാനെയാണ് അഭിഷേകം ചെയ്യുന്നത് എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ കരുതണം. ഭഗവാനെ തൊഴുക. അതിനുശേഷം പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ചന്ദ്രഭഗവാന്റെ നേരെ പൂക്കൾ ഇടുന്നതായി സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പൂക്കൾ സമർപ്പിക്കുക. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണേണ്ടത് ഭഗവാന് നമ്മൾ പൂക്കൾ സമർപ്പിക്കുന്നു. പിന്നീട് നമ്മൾ നമ്മുടെ ആ പാത്രം കയ്യിലെടുത്തുകൊണ്ട് അതിനകത്ത് ദീപവും ധൂപവുമുണ്ട്, അല്ലേ? വിളക്ക് തെളിയിച്ച് വെച്ചിട്ടുണ്ട്, ചന്ദനത്തിരിയുമുണ്ട്. നമ്മൾ ആ തട്ടം കൊണ്ട് 3 തവണ ആ തട്ടത്തിലെ വിളക്കുമായി 3 തവണ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന് ആരതി ചെയ്യണം. അതിനുശേഷം പാത്രം താഴെ വെച്ചിട്ട് ചന്ദ്രഭഗവാനോട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വ്രതം അങ്ങനെ സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എന്ത് സ്വീറ്റാണോ അല്ലെങ്കിൽ പഴമാണോ നമ്മൾ നമ്മുടെ പാത്രത്തിൽ വെച്ചിരിക്കുന്നത്, പിന്നീട് ആ പഴം കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ സ്വീറ്റ് കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ പൂജാമുറിയിൽ വന്നതിന് ശേഷം പിന്നീട് നമുക്ക് എല്ലാ വിധത്തിലുള്ള പ്രാർത്ഥനകളും ചൊല്ലാവുന്നതാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ചന്ദ്രഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല, അന്തരീക്ഷം മേഘാവൃതമായിരിക്കുന്നു, മഴയാണ്, കാണാൻ പറ്റുന്നില്ല, അങ്ങനെയുണ്ടെങ്കിൽ സാക്ഷാൽ മഹേശ്വരൻ്റെ തിരുമുടി കെട്ടിലുള്ള ചന്ദ്രഭഗവാനെ ആ ഫോട്ടോയിലൂടെ കണ്ടതിന് ശേഷം നമുക്ക് ഇതേ രീതിയിൽ ഉള്ള ചടങ്ങുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ഓം സത്യനാരായണ മൂർത്തേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പൗർണമി വ്രത ദിവസം നമുക്കിരിക്കാം. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞു തന്ന കഥ, ആ കഥ നമ്മൾ ആ പൂജ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കഥ കൂടി ചൊല്ലണം. കഥ കൂടി പറഞ്ഞതിന് ശേഷം വേണം
നമ്മൾ ആ പ്രസാദം സ്വീകരിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാനായിട്ട്. അക്കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും പറയുന്നത്. അതായത് നമ്മൾ അർച്ചനയൊക്കെ ചെയ്ത് ആരതിയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കഥ കൂടി ചൊല്ലി പ്രാർത്ഥിക്കണം. അതിനുശേഷം വേണം വ്രതം അവസാനിപ്പിക്കാനായിട്ട്. ധാരാളം ആളുകൾ ഭഗവതിക്ക് വേണ്ടി പൗർണമി എടുക്കാറുണ്ട്, മഹേശ്വരന് വേണ്ടി പൗർണമി എടുക്കാറുണ്ട്, സത്യനാരായണ മൂർത്തിക്ക് വേണ്ടി പൗർണമി എടുക്കാറുണ്ട്, മുരുകന് വേണ്ടി പൗർണമി എടുക്കാറുണ്ട്, ഹനുമാന് വേണ്ടി പൗർണമി എടുക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ ഏതു ദേവതയ്ക്കാണോ പൗർണമി വ്രതം കാലാകാലങ്ങളായി എടുത്തുകൊണ്ടിരിക്കുന്നത് ആ ദേവതയ്ക്ക് വേണ്ടി തന്നെ എടുക്കുക. പിന്നെ ഈ ചൈത്രമാസത്തിൽ ഈ പൗർണമിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ സത്യനാരായണ മൂർത്തിയെ കൂടി ഉൾപ്പെടുത്തുക. അതാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും ഈ ദിവസത്തെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. വ്രതമെടുക്കാൻ സാധിക്കാത്ത എല്ലാവരും തന്നെ അന്നത്തെ ദിവസം മത്സ്യമാംസാദി ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.